രണ്ട് ലോകമഹായുദ്ധങ്ങൾ ചരിത്രത്തിലൂടെ കടന്നുപോയി. രണ്ട് മഹാപ്രളയങ്ങൾ, അതിന്റെ കെടുതികൾ, അതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനപ്പുറമായി അക്ഷരാർത്ഥത്തിൽ ലോകം മുഴുവൻ ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നു. 10 ബാധകളിൽ ഒരു ബാധയായ കൂരിരുട്ട് മിസ്രൈമിൽ വ്യാപരിച്ചപ്പോൾ 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനും തന്റെ സ്ഥലം വിട്ടെഴുന്നേറ്റതുമില്ല. അതുപോലെയാണ് ഈ മഹാവ്യാധിയും വ്യാപരിച്ചിരിക്കുന്നത്. ഒരുത്തനും അവരവരുടെ സ്ഥലം വിട്ട് ചലിക്കുവാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇനി വരുവാനുള്ള കഷ്ടങ്ങൾ ഓർത്ത് ഭൂവാസികൾക്ക് അയ്യോ കഷ്ടമെന്ന് പറയുന്ന ഒരു കഴുകിനെ നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു. എബോള, സാഴ്സ്, മെർസ്, സിക്ക, നിപ്പ, സിംഗ് ഫ്ലൂ, ബേർഡ് ഫ്ലൂ, ഡെങ്കു, ചിക്കൻഗുനിയം, H1N1, ആന്ത്രാക്സ്, പ്ലേഗ്, അങ്ങനെ എത്രയെത്ര മഹാവ്യാധികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പടർന്നു പിടിച്ചു. എന്നാൽ അതെല്ലാം ദൈവത്തിന്റെ കരുണയാൽ ഒരു പ്രവിശ്യയിലോ ഒരു രാജ്യത്തോ ഒതുങ്ങി. എന്നാൽ കൊറോണ എന്ന COVID-19 എല്ലാ അതിരുകളെയും ഭേദിച്ച് 5 വൻകരകളിലുമുള്ള സകല രാജ്യങ്ങളെയും കീഴടക്കി സംഹാരതാണ്ഡവമാടുന്നു. സയൻസ് എല്ലാത്തിനും എല്ലാമാണെന്ന് പറഞ്ഞവർ അന്താളിച്ച് സ്തംഭരായിരിക്കുന്നു. സയൻസിനോ ശാസ്ത്രത്തിനോ ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം പകച്ചു നിൽക്കുന്നു. രാജ്യങ്ങളും രാഷ്ട്രത്തലവന്മാരും സ്വയം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുന്നു. ആർക്കും കാണാൻ കഴിയാത്ത ഈ ശത്രുവും ലോകം മുഴുവനും മരണഭീതിയാൽ നിറച്ചിരിക്കുന്നു. സാമ്പത്തിക ശക്തി കൊണ്ടോ രാഷ്ട്രീയ ശക്തി കൊണ്ടോ സൈനിക ശക്തി കൊണ്ടോ ഒന്നും ചെയ്യുവാൻ കഴിയാതെ എല്ലാവരും പരാജയം സമ്മതിച്ച് പകച്ചു നിൽക്കുകയാണ്. ടെക്നോളജികളും മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും കൊറോണയുടെ മുമ്പിൽ നിഷ്ക്രിയമായി. ഹൈഡ്രജൻ ബോംബോ, ന്യൂക്ലിയർ ബോംബോ, ആറ്റം ബോംബോ, പ്രകടശേഷിയേറിയ ഇലക്ട്രോണിക്സ് വെപ്പൺസ് ഉണ്ടെങ്കിലും കാണാൻ കഴിയാത്ത രൂപമില്ലാത്ത ഈ ശത്രുവിനെ തകർക്കുവാൻ എങ്ങനെ കഴിയും? ലോകത്തിലെ ഏറ്റവും ശക്തമായ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് മുതൽ ദരിദ്ര രാജ്യമായ ലൈബീരിയയിലെ പ്രസിഡന്റ് വരെ സ്വയം രക്ഷയ്ക്കായി കൈകഴുകുകയാണ്. കോളറ മുതലായ രോഗങ്ങൾ ശുചിത്വമില്ലാത്ത അഴുക്കിൽ ജീവിക്കുന്ന ദരിദ്രനെ പിടിക്കുമ്പോൾ കൊറോണ എന്ന മഹാവ്യാധിയാൽ ഉന്നതന്മാരായ അനേകരും പിടിക്കപ്പെട്ടു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റേഴ്സ്, ചാൻസലേഴ്സ്, പ്രിൻസ്, മിനിസ്റ്റേഴ്സ് ആൻഡ് മിലിറ്ററി ജനറൽസ്, ഹോളിവുഡ് ആക്ടേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സസ്, മെഡിക്കൽ ഡയറക്ടേഴ്സ്, സിംഗേഴ്സ്, സ്പോർട്സ് സ്റ്റാർസ് എന്ന് വേണ്ട ഇപ്പോൾ അനേകം രാഷ്ട്രത്തലവന്മാർ രോഗം ബാധിച്ച് ഐസൊലേഷനിലാണ്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും കനേഡിയൻ പ്രൈം മിനിസ്റ്ററും ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററും രോഗം ബാധിച്ച് ഐസൊലേഷനിലേക്ക് പോയിരിക്കുന്നു. ഈ രോഗം നമുക്ക് തരുന്ന മുന്നറിയിപ്പും ലോകത്തിൽ ആരും സുരക്ഷിതരല്ല എന്നാണ്. ലോകം മുഴുവനും നിശ്ചലമായി. എല്ലാ രാജ്യാന്തര ഫ്ലൈറ്റ് സർവീസുകളും നിർത്തിവെച്ചു. അനേകർ അനവധി രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. ഫാക്ടറികൾ മിക്കതും അടച്ചു. റോഡുകളും നഗരങ്ങളും ഗ്രാമങ്ങളും വിജനം. ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു തരിപ്പണമാകുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ പകച്ചു നിൽക്കുകയാണ്. ഒരുപക്ഷെ ലോകചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ലോകത്തെ മുഴുവനും പിടിച്ചുകുലുക്കുന്ന ഒരു ബാധ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. മനുഷ്യർ റോഡിൽ മരിച്ചു വീഴുന്നു. മോളുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ഹോസ്പിറ്റലുകളിൽ മരിച്ചു വീഴുന്നു. ആരും അടുക്കുന്നില്ല. കാരണം കൊറോണ എന്ന മഹാവ്യാധി തന്നെ പിടിക്കുമോ എന്ന ഭയം. ശ്വാസമെടുക്കുവാൻ കഴിയാതെ മനുഷ്യൻ പിടഞ്ഞു കരയുമ്പോൾ ആരും സഹായിക്കുവാനില്ലാതെ മരിക്കുന്നു. എല്ലാവരും ഓടി മറയുന്നു. മനുഷ്യന് ഒരു വിലയുമില്ലാത്തതായി മാറിയിരിക്കുന്നു. കൊറോണ ബാധിച്ച് മരിച്ച മകന്റെ മുഖം അവസാനമായി ഒന്ന് കാണുവാൻ കഴിയാതെ പ്രസവിച്ച അമ്മ. സ്വന്തം ഭർത്താവിന്റെ ചലനമറ്റ ശരീരം പോലും കാണുവാൻ കഴിയാതെ ഭാര്യ. സ്വന്തം പിതാവിന് ഒരു അന്ത്യചുംബനം കൊടുക്കുവാൻ കഴിയാതെ ഏക മകൻ. അതേ ഡെഡ് ബോഡിയുടെ അടുക്കൽ വരുവാൻ പോലും പാടില്ല. അധികാരികളുടെ വിലക്കാണ്. മരിച്ച് ആയിരങ്ങളെ ഉറ്റവരോ ഉടയവരോ ബന്ധുക്കളോ മിത്രങ്ങളോ ഇല്ലാതെ വിലപിക്കുവാൻ ആരുമില്ലാതെ എവിടെയൊക്കെയോ കുഴിച്ചുമൂടുകയോ കത്തിച്ചു കളയുകയോ ചെയ്തു. സ്വന്തം ഭർത്താവിന്റെ ഡെഡ് ബോഡി വീടിന്റെ ബാൽക്കണിയിൽ നിസ്സഹയായി നോക്കി നിൽക്കുന്ന ഇറ്റലിക്കാരി സ്ത്രീ. ഉറ്റവരും ഉടയവരും പിടഞ്ഞു വീഴുമ്പോൾ ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കാനേ എല്ലാവർക്കും കഴിയും. അതേ കൊറോണ എന്ന മഹാസംഹാരിയുടെ മുമ്പിൽ സകല രാജ്യങ്ങളും തങ്ങളുടെ സർവ്വ ആയുധങ്ങളും വെച്ച് കീഴടങ്ങി. തങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് വെല്ലുവിളിച്ച സയൻസും ശാസ്ത്രവും കൈമലർത്തി. ശാസ്ത്ര പുരോഗതിയും അനേകം ഹൈടെക് ടെക്നോളജികളും കൊറോണയുടെ മുന്നിൽ ഭയന്നോടുകയാണ്. സകല എയർപോർട്ടുകളും നിശ്ചലമായി. ഒറ്റ ദിവസം കൊണ്ട് ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന 1,10,000 ഫ്ലൈറ്റ് നിശ്ചലമായി. ഒറ്റ ദിവസം എയർലൈൻ ഇൻഡസ്ട്രിയുടെ നഷ്ടം 1,42,00,000 കോടി. ഇന്ത്യയിൽ മാത്രം ഒരു ദിവസം ഓടിക്കൊണ്ടിരുന്ന 19,000 ട്രെയിൻ സർവീസ് നിശ്ചലമായി. അതേ ലോകം മുഴുവനും ഇതാണ് അവസ്ഥ. അക്ഷരാർത്ഥത്തിൽ ലോകം മുഴുവനും നിശ്ചലമായി. ആട്ടവും പാട്ടവും നൃത്തവും എല്ലാം അവസാനിച്ചു. സകല നൈറ്റ് ക്ലബ്ബുകളും സെക്സ് ക്ലബ്ബുകളും സിനിമാശാലകളും അടച്ചു. ലോകം മുഴുവനുമുള്ള വാർത്താ ചാനലുകളും കൊറോണ അഥവാ COVID-19 എന്ന കാണാൻ കഴിയാത്ത വൈറസിലേക്ക് ഒതുങ്ങി. ഇന്ന് എവിടെയും കൊറോണ കൊറോണ എന്ന വാർത്തകൾ മാത്രം. വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ ആദ്യം ഫോർവേഡ് ചെയ്യുന്ന വ്യക്തി ഞാനായിരിക്കണമെന്ന ആവേശത്തിൽ മുന്നേറുകയാണ്. എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എങ്ങനെ ഇതിനെ തടയാം, എങ്ങനെ നാട് കടത്താം എന്നുവേണ്ട നിരവധി ഇൻഫർമേഷൻസ് ക്രിസ്തീയ സഭാ നേതാക്കന്മാർ സർക്കുലർ ഇറക്കി. എല്ലാവരും ഗവൺമെന്റ് പറയുന്നത് പോലെ ചെയ്യണം. കൂട്ടം കൂടരുത്, എപ്പോഴും കൈ കഴുകണം, കണ്ണിൽ തൊടരുത്, മൂക്കിൽ തൊടരുത്, വായിൽ തൊടരുത്, ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കണം, മുറിയടച്ച് വീട്ടിലിരിക്കണം, സഭായോഗം പാടില്ല, മറിച്ച് എല്ലാവരും ഭവനത്തിൽ സഭായോഗം കൂടണം. ഇപ്പോൾ സഭായോഗം വീട്ടിലിരുന്ന് കാണാം
കാണാമെന്നുള്ള സംവിധാനം ചാനലുകൾ ഒരുക്കിയിരിക്കുന്നു. കത്തോലിക്കർ കുർബാന കാണാൻ പോകുന്നത് പോലെ ഇനി വിശ്വാസിക്ക് വീട്ടിൽ നിന്ന് ആരാധന കാണാം. ഇത്രയും വലിയ മഹാവ്യാധിയിൽ നിന്ന് രക്ഷ നേടാൻ ഓരോരുത്തരും ദൈവസന്നിധിയിലിരുന്ന് ഒന്ന് കരയുവാൻ, അനുദപിക്കുവാൻ, മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് മടങ്ങി വരുവാൻ അവസരം കൊടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഇസ്ലാം ഉണ്ടായിട്ട് 1415 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നുവരെയും ആകാശത്തു നിന്ന് വീണു എന്ന് പറയുന്ന കറുത്ത കല്ലും ഹജറൽ അസ്വദ് എന്ന ബ്ലാക്ക് സ്റ്റോൺ സ്ഥാപിച്ചിരിക്കുന്ന കാബായും 7 പ്രാവശ്യം മുസ്ലിം വിശ്വാസികൾ വലയം വയ്ക്കണം. മസ്ജിദ് അൽ ഹറം, ഗ്രാൻഡ് മോസ്ക് ഇസ്ലാം ഉണ്ടായ നാൾ മുതൽ ഇതുവരെ അവിടെ ജനം കുറഞ്ഞിട്ടില്ല. ഓരോ വർഷം കഴിയും തോറും ജനസഹസ്രങ്ങൾ കൂടുകയാണ്. ഒരു സൈക്ലോൺ പോലെയാണ് ജനങ്ങൾ അതിനെ വലം വയ്ക്കുന്നത്. കൊറോണ എന്ന മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ഫലമായി കാബായിൽ ആർക്കും പ്രവേശനമില്ല. അങ്ങനെ 1415 വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിൽ ആദ്യമായി കാബ ശൂന്യമായി. ഇസ്ലാമിനെ സംബന്ധിച്ച് ജുമാ നമസ്കാരം വളരെ പ്രധാനമാണ്. എന്നാൽ അറേബ്യൻ നാടുകളിലുള്ള എല്ലാ മസ്ജിദുകളിലും ആർക്കും പ്രവേശനമില്ല. കത്തോലിക്ക സഭയുടെ പരമോന്നതനായ മാർപ്പോപ്പ റോമിലെ സെന്റ് ബെസിലിക്കയിൽ ആർക്കും പ്രവേശനം നൽകാതെ ഏകനായി കുർബാന അർപ്പിച്ചു. സകല ദേവാലയങ്ങളിലും വിലക്ക്, ക്ഷേത്രങ്ങൾ, ഉത്സവങ്ങൾ എല്ലാത്തിനും വിലക്ക്. ഗുരുവായൂരും ശബരിമലയും അടക്കം സകല ക്ഷേത്രങ്ങളിലും വിലക്ക്. സ്വയം പ്രഖ്യാപിത ആൾ ദൈവം അമൃതമായി കൊറോണയെ ഭയന്ന് ഭക്തന്മാർക്ക് ദർശനം നിർത്തിവെച്ചു. സ്കൂളുകൾ, കോളേജുകൾ സർവ്വവും നിശ്ചലം. ട്യൂഷനുമില്ല, സൺഡേ സ്കൂളുകൾ മുടക്കിയുള്ള എക്സ്ട്രാ ക്ലാസ്സില്ല, എല്ലാം അവസാനിച്ചു. ചില പാസ്റ്റർമാർ കൊറോണയെ ശാസിക്കുന്നു, തീ കത്തിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തീ അയച്ച് കരിച്ചു കളയുന്നു, ദൈവത്തിൽ നിന്ന് തീ പുറപ്പെടുവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ച് മുന്നിലിരിക്കുന്ന ജനത്തെ ആവേശം കൊള്ളിക്കുന്നു. കൊറോണയെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കുന്നു. കൊറോണയെ കത്തിക്കാൻ യേശുവിന്റെ നാമത്തിൽ തീ അണയ്ക്കുന്ന പ്രഘോഷണം ലോകം മുഴുവനും അതിന്റെ ക്ലിപ്പുകൾ പ്രചരിക്കുന്നു. പരിഹാസികൾ അത് ആഘോഷമാക്കുന്നു. ആക്രോശങ്ങൾക്ക് പകരമായി ജനങ്ങളെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും മടങ്ങിവരവിലേക്കുമല്ലയോ നയിക്കേണ്ടത്? ഇങ്ങനെയുള്ള തമാശ കഥാപാത്രങ്ങളാണ് ജനങ്ങളെ തെറ്റിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുന്നവർക്ക് ഒരു സുഹൃത്ത് മറുപടി പറയുന്നത് കേട്ടു. അതിൽ അദ്ദേഹം ഇസ്രായേലിനെ കണ്ട് പഠിക്കണമെന്ന് പറയുന്നു, ഇസ്രായേലിനെ പഠന വിധേയമാക്കണമെന്നും പറയുന്നു. അവർ ആവശ്യത്തിന് മുൻകരുതലുകൾ എടുത്തുവെന്നും കൊറോണ അവരുടെ രാജ്യത്ത് കടക്കാതെ തടഞ്ഞുവെന്നും മറ്റും. എന്നാൽ നിങ്ങളോട് പറയുവാനുള്ളത്, കാര്യം ശരിയാണോ എന്ന് അന്വേഷിക്കാതെ ആവേശത്തിൽ എടുത്തിയാടി ഒന്നും പ്രസ്താവിക്കരുത്. അത് ക്രിസ്തുവിരോധികൾക്ക് ആക്ഷേപിക്കുവാനുള്ള വടിയായിരിക്കും. ദൈവനാമം ദുഷിക്കപ്പെടും. യാഥാർത്ഥ്യം അതെല്ലാം. ഇസ്രായേലിലും കൊറോണ കത്തിപ്പടരുകയാണ്. സാധാരണ ജനങ്ങൾ മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രിയും മറ്റ് പല മന്ത്രിമാരും പ്രധാനപ്പെട്ട പല വ്യക്തികളും കൊറോണ അഫക്റ്റഡ് ആണ്. രോഗികളുടെ എണ്ണം 5000 കവിഞ്ഞു. മരണം 20-ലെത്തി. സകല പ്രാർത്ഥനാലയങ്ങളും അടച്ചു. ഇനി ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുന്ന സിന്ധു സൂര്യകുമാരിയോടും മറ്റ് പ്രിയപ്പെട്ടവരോടും പറയുവാനുള്ളത്, ബൈബിളിലെ ദൈവം പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, മറിച്ച് ഏക സത്യ ദൈവമാണ്. പല വഴികളിൽ ഒരു വഴിയല്ല, മറിച്ച് ഏക വഴിയാണ് യേശു ക്രിസ്തു. തിരുവചനം പറയുന്നത് ശ്രദ്ധിക്കും. പ്രവർത്തികൾ 17:24 ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, അഖിലാണ്ടത്തെ മുഴുവനും ഉണ്ടാക്കിയ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യനുണ്ടാക്കുന്ന ക്ഷേത്രങ്ങളിലോ മോസ്കിലോ ദേവാലയങ്ങളിലോ ചർച്ചിലോ പള്ളികളിലോ മനുഷ്യനുണ്ടാക്കിയ ഏതെങ്കിലും കെട്ടിടങ്ങളിലോ വാസം ചെയ്യുന്നില്ല. എത്രയോ പ്രാർത്ഥനാലയങ്ങളാണ് സുവിശേഷ വിരോധികൾ ഇന്ത്യയിൽ ആകമാനം തകർത്തിരിക്കുന്നത്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയും അതിനെതിരെ പ്രതികരിക്കാൻ പോയിട്ടില്ല. പ്രതികാരമായി ഹിന്ദു ക്ഷേത്രങ്ങളോ മുസ്ലിം മസ്ജിദുകളോ തകർത്തിട്ടില്ല. കാരണം ഈ ക്ഷേത്രങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം പറയട്ടെ, ഈ ബാധ ദൈവത്താൽ അയക്കപ്പെട്ടതാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്താൽ അയക്കപ്പെട്ട ബാധയെ പാസ്റ്റർക്കെന്നല്ല ആർക്കും ശാസിക്കാൻ കഴിയില്ല. അതിനെ തീ അയച്ച് കരിക്കാനോ കത്തിക്കാനോ ആർക്കും അധികാരമില്ല എന്നുള്ള കാര്യം ദൈവദാസന്മാർ അറിഞ്ഞിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ പാപം കൂടുമ്പോഴാണ് ദൈവം വ്യാധികളെ, ബാധകളെ അയക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ തന്റെ സൃഷ്ടിയായ ജനങ്ങളെ നശിപ്പിക്കുവാനല്ല, മറിച്ച് മനം തിരിഞ്ഞ് പാവവഴികളെ വിട്ട് മാനസാന്തരപ്പെട്ടും സൃഷ്ടാവിങ്കിലേക്ക് മനം തിരിയണം. ജനനിബിഡമായ നഗരങ്ങൾ ക്ഷണത്തിൽ ശൂന്യമായി പോയി. അത് വെളിപ്പാട് പുസ്തകം 18 പറയുന്നത് പോലെ വെറും 1 മണിക്കൂർ കൊണ്ട് മഹാനഗരത്തിന്റെ ന്യായവിധി വന്നതുപോലെ അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അവളുടെ അകൃത്യം ദൈവം ഓർത്തിരിക്കുന്നു. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ. ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പ്, അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെ ഇരിപ്പീൻ, അവളെ വിട്ട് പോരുവീൻ എന്നാണ്. യെശയ്യാവ് 34:3 ജഡങ്ങൾ തെരുവിൽ വീണുകിടക്കും. യിരെമ്യാ 16:4 കൊടിയ ബാധകളാൽ മരിക്കും, വിലാപം കഴിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. പട്ടാള വണ്ടികളിലും മറ്റു ട്രക്കുകളിലും മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോയി JCB എടുത്ത കുഴിയിൽ വിലപിക്കുവാൻ ആരോരുമില്ലാതെ മൃതശരീരങ്ങൾ ഒന്നിച്ചു കുഴിച്ചു മൂടുന്നു. ധനികനും ദരിദ്രനുമെല്ലാം ഒരേ കുഴിമാടം. യെശയ്യാവ് 24:8 സന്തോഷം ദുഃഖമാകും. യെശയ്യാവ് 24:10 വീടുകൾ ആരും കയറാതവണ്ണം അടയും, പട്ടണങ്ങൾ ശൂന്യമായി പോകും. യെശയ്യാവ് 24:3 ലോകം മുഴുവൻ ഉപയോഗശൂന്യമാകും, ഭൂമി നിർജ്ജനമാകും. യെശയ്യാവ് 32:14 അരമന ഉപേക്ഷിക്കപ്പെടും, ജനനിബിഡമായ നഗരം നിർജ്ജനമാകും. ബക്കിംഗ്ഹാം പാലസിലും കൊറോണ എത്തി. നമ്മുടെ ക്യൂൺ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മഹാറാണി രക്ഷയ്ക്ക് വേണ്ടി അരമന വിട്ട് മറ്റൊരു വസതിയിലേക്ക് മാറി.
പ്രിൻസ് ചാൾസിനെയും കൊറോണ വിട്ടില്ല. കുടിലായിരുന്നാലും കൊട്ടാരമായിരുന്നാലും മരണം കടന്നു വരുമെന്ന് നാം കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ കൊറോണ കൊട്ടാരത്തിലും കുടിലുമെല്ലാം മരണദൂതനായി കടന്നു ചെല്ലുകയാണ്. മലാക്കി 4:1 വലുതും ഭയങ്കരവുമായ കർത്താവിന്റെ ദിവസം വരുന്നു. 2020 വലിയ അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കുമെന്നാണ് മിക്കവാറും എല്ലാ നേതാക്കന്മാരും പ്രവാചകന്മാരും പ്രവചിച്ചത്. ഒരാൾ പറഞ്ഞു അടിക്കടി ഉയർച്ച ആയിരിക്കുമെന്നും, മറ്റൊരു നേതാവ് പറഞ്ഞു വല കീറിപ്പോകുന്നത് പോലെ നിറയ്ക്കുമെന്നും, ബാങ്കുകളൊക്കെ നിറഞ്ഞു കവിയുമെന്നും, മറ്റൊരു നേതാവ് പറഞ്ഞത് കവിഞ്ഞൊഴുകുന്ന സമ്പത്ത് കിട്ടുമെന്നാണ്. ആരും പറഞ്ഞില്ല ന്യായവിധിയുടെ ദിവസങ്ങൾ അടുത്തു എന്നും, കർത്താവിന്റെ വരവ് അടുത്ത് വാതിക്കലായി എന്നും, വിശുദ്ധന്മാരെ ചേർക്കുവാനുള്ള കാഹളത്തിന്റെ സമയമായി എന്നും, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മനം തിരിയണമെന്നും, വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കണമെന്നൊന്നും ആരും പറഞ്ഞു കേട്ടില്ല. എല്ലാം ഈ നശിച്ചു പോകുന്ന അപ്പത്തിനു വേണ്ടിയുള്ള അനുഗ്രഹങ്ങളും പ്രവചനങ്ങളും മാത്രം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെയും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചും നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ദൈവം ലോകം മുഴുവൻ നശിപ്പിച്ചിട്ടുള്ളൂ, നോഹയുടെ കാലത്തെ പ്രളയം. നോഹയും കുടുംബവും ഒഴികെ ആരും ആ മഹാപ്രളയത്തിൽ രക്ഷപ്പെട്ടില്ല. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് യഹോവ അനുതപിച്ചു. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരിക്കുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്നാൽ സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. ദൈവം സോദോം ഗൊമോറയെ നശിപ്പിച്ച് ഉന്മൂലനാശമാക്കി. എന്തുകൊണ്ടാണെന്നറിയാമോ? ഉൽപ്പത്തി 18:70 സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാരെവിടെയും, ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും. അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ സോദോമിന്റെയും ഗൊമോറയുടെ മേൽ യഹോവയുടെ സന്നിധിയിൽ ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു, ഉന്മൂലനാശം വരുത്തി. 2 ദിനവൃത്താന്തം 7:13 എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ചും തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ചും അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദൈവം ഈ ബാധയിലൂടെ ആഗ്രഹിക്കുന്നതും ജനങ്ങൾ തങ്ങളെ തന്നെ താഴ്ത്തണം, അനുതപിക്കണം, മാനസാന്തരപ്പെടണം, മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയണം. രണ്ടാമതായി സകല ജാതിയുടെയും ഇടയിൽ വെളിപ്പെടണം ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും. 1 ദൈവം ജനത്തിന് മാനസാന്തരപ്പെടുവാനുള്ള അവസരം. 2 സകല ജാതികൾക്കും ഒരു മുന്നറിയിപ്പ്. ജനത്തെ മാനസാന്തരത്തിലേക്ക് അനുതാപത്തിലേക്ക് നയിക്കേണ്ടതിന് പകരം യേശുവിന്റെ രക്തമുണ്ടെന്നും അതുകൊണ്ട് ഭയപ്പെടുവാൻ ഒന്നുമില്ല, കൊറോണ ഭയം ഓടുമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കരുത്. നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള ചില സഹോദരന്മാർ അന്ധമായ വിശ്വാസത്തിലാണ്. കൊറോണയെ തടയുവാൻ ഗോമൂത്രം കുടിച്ചാൽ മതിയെന്നും, ചാണകം തിന്നാൽ മതിയെന്നും, ചാണകവെള്ളത്തിൽ സ്നാനം ചെയ്താൽ മതിയെന്നും മറ്റും. ഗുജറാത്തിലും രാജസ്ഥാനിലും എലിയെ ദൈവമെന്ന് പറഞ്ഞ് ആരാധിച്ചു. എന്നാൽ 94-ൽ പ്ലേഗ് വന്നപ്പോൾ അത് എലിയിലൂടെയാണ് പടർന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗുജറാത്ത് സർക്കാർ മുഴുവൻ എലികളെയും കൊന്നുമുടിച്ചു. എലിയെ പിടിച്ചുകൊണ്ടുവരുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു. ഇപ്പോൾ പശുവിനെ ദൈവമായി കൊണ്ടു നടക്കുകയാണ്. നിരപരാധിയായ പാപം മൃഗം, ആർക്കും ദോഷമില്ലാത്ത എല്ലാവർക്കും പ്രയോജനമുള്ള ആദായം നൽകുന്ന പാവം പശു. ഈ പാവം മൃഗം അറിയുന്നില്ല ഈ മൂഢന്മാരായ മനുഷ്യർ തന്നെ ദൈവമാക്കി വെച്ചിരിക്കുകയാണെന്നും. പശുവല്ല സൃഷ്ടാവായ ദൈവമെന്ന് ദൈവം തെളിയിക്കും. കർത്താവ് പറയുന്നു, ഞാൻ എന്റെ മഹത്വം മനുഷ്യർക്ക് കൊടുക്കില്ല, എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് കൊടുക്കില്ല. ഇനി ഇന്ത്യയിൽ ഉണ്ടാകുന്ന ന്യായവിധി പശുവിലൂടെ ആയിരിക്കും. പാവം പശുക്കളും വിവേകമില്ലാത്ത മനുഷ്യൻ കാരണം ദണ്ഡിപ്പിക്കപ്പെടും. റോമർ 1:21 അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ടും അന്യോന്യം കാമം ജ്വലിച്ചും ആണോട് ആണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. സെയിം സെക്സ് മാരേജ്, ലെസ്ബിയൻ, ഗേ, ഹോമോസെക്സ്വാലിറ്റി. ദൈവത്തിന്റെ നാടായ ഇസ്രായേലിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗേ പരേഡ് നടന്നത്. 10,000-ഓളം ഹോമോസെക്സ്വൽസ് ഒന്നിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹോമോസെക്സ്വൽസ് കൂറ്റൻ പരേഡുകൾ നടത്തി തങ്ങളുടെ ശക്തി തെളിയിക്കുന്നു. ഈ പൈശാചിക സ്പിരിറ്റ് കൊറോണയേക്കാൾ വേഗത്തിൽ ലോകവ്യാപകമായി പടരുകയാണ്.
കാണും. അമേരിക്കയിലോ യൂറോപ്പിലോ മാത്രമല്ല, ഇന്ത്യയിലും അനേകം ഗേൾസ് ബോയ്സ് ഹോസ്റ്റലുകളിൽ ഈ സ്പിരിറ്റ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആണിനോട് കാമം ജ്വലിച്ച് അവലക്ഷണമായത് പ്രവർത്തിക്കുന്നു. സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. സ്വവർഗരതികളും പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ജ്യേഷ്ഠകളും കാമപ്രവൃത്തികളും വർദ്ധിച്ചു വരുന്നു. മൃഗങ്ങൾ ഇതുവരെയും ഈ വൃത്തികെട്ട പരിപാടി തുടങ്ങിയിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സകല അതിർവരമ്പുകളെയും തകർത്ത് ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറുകയാണ്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒരു വിഗ്രഹമായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇനി ഭാവി എന്താകും? 30 വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ തങ്ങൾക്ക് ആണും പെണ്ണുമായി ഒരു കുഞ്ഞേ ഉള്ളൂ എങ്കിലും ആ കുഞ്ഞിനെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത വടക്കേ ഇന്ത്യയിലെ വേലയ്ക്കായി സമർപ്പിച്ചു. ചെറിയ വീടാണ്, ഉപജീവനത്തിനായി ഒരു മാർഗവുമില്ല. കൃഷിയിൽ നിന്നും കൂലിവേലയിൽ നിന്നും കിട്ടുന്ന ചെറിയ വരുമാനം മാത്രം. ഒരേ ഒരു മകനേ ഉള്ളൂ. അവനെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി അമേരിക്കയിലോ ഗൾഫിലോ അയച്ച് ജീവിത നിലവാരത്തിന് ഒരു മാറ്റമുണ്ടാകണം എന്ന് വിചാരിക്കാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന കർത്താവിന്റെ വചനപ്രകാരം തങ്ങളുടെ എല്ലാമായ കുഞ്ഞുങ്ങളെ കർത്താവിനായി അർപ്പിച്ചു. അധികം പഠിത്തമില്ലാത്ത നിഷ്കളങ്കരായ പാവം മാതാപിതാക്കൾ മനസ്സിലാക്കി കർത്താവിന്റെ വേലയേക്കാൾ മഹത്തായ വേറൊരു വേലയുമില്ലെന്നും മുഴു ലോകത്തെക്കാളും വിലയേറിയതാണ് ഒരു ആത്മാവിന്റെ വിലയെന്നവർ മനസ്സിലാക്കി. മോശയുടെ അമ്മ മോശയെ വിശ്വാസത്തിൽ വളർത്തി. ദൈവകൃപയുള്ള ദർശനമുള്ള ആ അമ്മ പഠിപ്പിച്ചു, മോനെ, ഈ ഫറോ രാജ്യത്തിന്റെ രാജാവായി തീരുന്നതിനേക്കാൾ, ഫറോവന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നും ആ അമ്മ പഠിപ്പിച്ചു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദർശനം നഷ്ടപ്പെട്ട മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ മഹാദൈവത്തിന്റെ വേലയ്ക്കായി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം നമ്മളോടുകൂടെയുണ്ട്. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്നാണ് വചനം. ദൈവമക്കളെന്ന് പറയുന്നവരെ നാവലാതിപ്പെടുകയാണ്. കൊറോണ പിടിപെടുമോ എന്ന ഭീതി പലർക്കുമുണ്ട്. ദൈവം പിടിപ്പിക്കും, പക്ഷെ എല്ലാവരെയും അല്ല. അത്യുന്നതന്റെ മറവിൽ ഒസുക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനായിരിക്കണം. കർത്താവ് പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. എല്ലാവരെയും രക്ഷിക്കാമെന്ന് വ്യവസ്ഥയില്ല, മറിച്ച് പറ്റിയിരിക്കുന്നവരെ മാത്രം. ഈ ലോകത്തോടുകൂടെ മലിനപ്പെടാത്ത തന്റെ ഭക്തന്മാരെയും തന്റെ വിശുദ്ധന്മാരെ കർത്താവ് വിടുവിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും അവനെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം അവനെ പരിപാലിക്കും. യോഹന്നാൻ 9:31 പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. 1 രാജാക്കന്മാർ 22:22 400 പ്രവാചകന്മാർ ഭോഷ്കിന്റെ ആത്മാവിൽ യഹോവയുടെ നാമത്തിൽ പ്രവചിക്കുകയാണ്. എല്ലാവർക്കും അവരുടെ പ്രവചനമാണ് ഇഷ്ടം, കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പ്രവചിക്കുന്നത്. എന്നാൽ മിഖായാവ് മുഖം നോക്കാതെ യഹോവ പറയുന്നത് മാത്രം പ്രവചിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അവന്റെ ശത്രുവാകുന്നു. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു. ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കുടിക്കേണ്ടി വരുന്നു. കള്ളപ്രവാചകന്മാരെയാണ് എല്ലാവർക്കും ഇഷ്ടം, കാരണം അവർ കുറവ് വെളിപ്പെടുത്തുന്നില്ല, സുഖിപ്പിച്ച് പ്രവചിക്കും. ദേശത്തിന്റെ കാവൽക്കാരായി ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു. ഈ സമയത്തെ നമ്മൾ വിവേചിക്കണം. കാവൽക്കാരാ, രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ കാലത്തെ വിവേചിച്ച് പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. യേശു പറഞ്ഞത് മത്തായി 16:2 സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിക്കാൻ കഴിയുകയില്ലയോ? നൗ ഇറ്റ്സ് റൈറ്റ് ടൈം ടു ഡിസൈൻ ദ സൈൻസ് ഓഫ് ദ ടൈംസ്. ഈ ലോകം അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. കാലലക്ഷണങ്ങളെ നാം വിവേചിക്കണം. ലോകം അടിമുടി ആകമാനം മാറിയിരിക്കുന്നു. 6000 വർഷങ്ങൾ കൊണ്ട് നടക്കാത്ത മാറ്റമാണ് കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഈ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വേൾഡ് മുഴുവനും ആകമാനം മാറിയിരിക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റ് സിസ്റ്റം, ഗ്ലോബൽ സൈബർ സിസ്റ്റം, വൺ വേൾഡ് ഓർഡർ, ഇൻഫർമേഷൻ ടെക്നോളജി, ഇസ്ലാമിക് ഗ്ലോബലൈസേഷൻ, ഹോമോസെക്സ്വാലിറ്റി, സെയിം സെക്സ് മാരേജ്, RFID, ക്യാഷ്ലെസ് ഇക്കണോമി, ഡിജിറ്റൽ വേൾഡും, വാർസ്, എർത്ത് കോക്ക്, ഒഫീഷ്യൽ സാത്താനിക് ചർച്ച്, ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഓഫ് ജെറുസലേം as ക്യാപിറ്റൽ ഓഫ് ഇസ്രായേൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അഡിഷൻ ഓഫ് ഇന്റർനെറ്റ്, മൊബൈൽ, ക്രിസ്ത്യൻ പെർസിക്യൂഷൻ, എർത്ത് കോക്ക്, ഫെമിൻ, നേഷൻ അഗേൻസ്റ്റ് നേഷൻസ്, കിങ്ഡം അഗേൻസ്റ്റ് കിങ്ഡം, വാർസ്, പെസ്റ്റിലൻസസ് മുതലായവ. ഇതൊക്കെയും കാണുമ്പം the world is preparing the throne of Antichrist. On the other side, God is preparing his holy bride. ഇപ്പോൾ ലോകത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ലോകാവസാനം എന്ന് തോന്നുന്നില്ലേ? റോമൻസ് 2:4 അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെയും ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. ലൂക്കോസ് 12:35 നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. 12:40 നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ലൂക്ക് 12:47 യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അതെ, നിനയാത്ത നാഴികയിൽ കൊറോണ
തവണ വന്നും ഒരു മുന്നറിയിപ്പുകളുമില്ലാതെ ലോകത്തെ നിശ്ചലമാക്കി. അതേപോലെ നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രനും പ്രത്യക്ഷപ്പെടും. ഒരുങ്ങി നിൽക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരു യഥാർത്ഥ ദൈവവേദൽ പാപത്തിന് മരിക്കണം, ലോകത്തിന് മരിക്കണം, സ്വയത്തിന് മരിക്കണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ലൂക്കോസ് 17:26 നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്ന് ജലപ്രളയം വന്നും അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞും. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നും. എന്നാൽ ലോത്ത് സോദാം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്തും എല്ലാവരെയും മുടിച്ചു കളഞ്ഞും. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും. ഇനി വരാൻ പോകുന്നത് ഘോരവും ഭയങ്കരവുമായ നാളുകളാണ്, വലുതും ഭയാനകവുമായ നാളുകൾ. ഈ മഹാമാരിയിൽ നിന്ന് രക്ഷ നേടേണ്ടതിനും ഈ ബാധയേൽക്കാതെ ഒഴിഞ്ഞിരിക്കണമെന്നും ഗവൺമെന്റ് നിരന്തരമായി മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കുന്നു. നോഹ നീതിപ്രസംഗിയായിരുന്നു. പ്രളയം വരുന്നതിന് മുമ്പ് അന്ന് ജീവിച്ചിരുന്ന സകല മനുഷ്യരോടും മാനസാന്തരപ്പെടുവാൻ പ്രസംഗിച്ചും. ഏകദേശം 120 വർഷം താൻ പ്രസംഗിച്ചു. പക്ഷെ ആരും അനുദപിച്ചില്ല, മാനസാന്തരപ്പെട്ടില്ല, പാപവഴികളെ വിട്ടുകളയുവാൻ മനസ്സ് വന്നില്ല, നോഹയുടെ വാക്കുകളെ ഗവനിച്ചില്ല. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിറ്റും നട്ടും പണിതും പോന്നും. ജലപ്രളയം വന്നും അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. യാഥാർത്ഥ്യങ്ങളെ നാം തിരിച്ചറിയണം. പിന്നീട് വിലപിച്ചതുകൊണ്ട് കാര്യമില്ല. ടൈറ്റാനിക് എന്ന കപ്പലിന്റെ പതനം നമുക്കറിയാം. ജോസഫ് ബ്രൂസ്, വൈറ്റ് ലൈൻ ഷിപ്പിംഗ് കമ്പനിയുടെ ചെയർമാൻ അഥവാ ടൈറ്റാനിക്കിന്റെ ഓണർ, അദ്ദേഹം സൗത്താംപ്ടണിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ കപ്പലിനെ കുറിച്ച് പറഞ്ഞതും ഈവൻ ഗോഡ് ക്യാൻ സിങ്ക് ഹർ, ദൈവം വിചാരിച്ചാൽ പോലും ഈ കപ്പല് മുക്കുവാൻ കഴിയത്തില്ല എന്നാണ് അദ്ദേഹം അഹങ്കാരത്തോടെ വീരവാദം മുടക്കിയതും. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ഈ കപ്പൽ പോകുമ്പം 6 മുന്നറിയിപ്പുകൾ ഈ കപ്പലിന് ലഭിച്ചു. 6 മുന്നറിയിപ്പുകളെയും കപ്പലിന്റെ ക്യാപ്റ്റനായിരുന്ന എഡ്വേർഡ് സ്മിത്ത് അവഗണിക്കുവാനിടയായി തീർന്നു. അതിഭീമമായ ഒരു മഞ്ഞുമലം അറ്റ്ലാന്റിക്കിന്റെ വഴിയിലൂടെ ഒഴുകി നടക്കുന്നുണ്ട് എന്നുള്ള 6 മുന്നറിയിപ്പുകളാണ് ഈ കപ്പലിന് ലഭിച്ചത്. അതിനെ അവഗണിക്കുവാനിടയായി തീർന്നു. മദ്യം കഴിച്ച് മദ്യലഹരിയിൽ നൃത്തം ചവിട്ടുമ്പോൾ ആരും അറിഞ്ഞില്ല അവർ അഗാധമായ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തണുത്തുറഞ്ഞ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുകയാണെന്നും. അതേ, മുന്നറിയിപ്പുകളെ നാം അവഗണിക്കരുത്. കർത്താവ് പറയുന്നു, നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. പിന്നെയും കർത്താവ് പറയുന്നു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. യഹൂദാ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെയും, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ. സെഫന്യാ 1:15 കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം. സെഫന്യാ 1:18 യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയില്ല. സർവ്വഭൂമിയും അവന്റെ തീഷ്ണാഗ്നിക്കിരയായി തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്രസംഹാരം വരുത്തും. യോഹന്നാൻ 9:4 ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഈ മഹാമാരിക്കുള്ള വാക്സിൻ കണ്ടുപിടിക്കണമെങ്കിൽ കുറഞ്ഞത് 15 മുതൽ 18 മാസങ്ങൾ എടുക്കുമെന്നാണ്. ഇനിയുള്ള നാളുകൾ അത്ര സുന്ദരമായിരിക്കില്ല. മഹാദുരന്തങ്ങളാണ് ഇനിയും മനുഷ്യനെ കാത്തിരിക്കുന്നത്. ആ അതിഭയാനകമായ കാഴ്ച നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. വെളിപ്പാട് 6:15 ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, അവരുടെ മഹാകോപ ദിവസം വന്നും ആർക്ക് നിൽക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ഡാനിയേൽ 2:16 ദാനിയേൽ അകത്ത് ചെന്ന് രാജാവിനോടും തനിക്ക് സമയം തരണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിനും ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണാപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരനായ ഹനന്യാവോടും മിശായേലിനോടും അസരിയാവോടും കാര്യം അറിയിച്ചു. ചില ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും ഈ മഹാവ്യാധി പിടിപെട്ടു. അയാൾ കുഴപ്പക്കാരനായിരുന്നു, അതുകൊണ്ടാണ് വന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കരുത്. പ്രിയരെയും, ഈ മഹാവ്യാധിയിൽ മറ്റുള്ളവരോടുകൂടെ നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടതിനും ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കരയാം. ജെയിംസ് 3:2 നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ കോപം മഹാമാരിയായി രാജ്യങ്ങളിൽ പെയ്തിറങ്ങുകയാണ്. ഇത് നിൽക്കണമെങ്കിൽ നാം നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി മടങ്ങി വരണം. പണ്ട് കൂട്ടായ്മകളിൽ കരച്ചിലുണ്ടായിരുന്നു, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഇന്നത് മാറി, ചിരിയും തമാശയുമൊക്കെയായി മാറി. ഇന്നത്തെ പ്രസംഗം ചിരിപ്പിക്കുന്നതായി മാറി. മുമ്പഴത്തെ പ്രസംഗം ഹൃദയത്തിൽ കുത്തുകൊണ്ട് കരയിപ്പിക്കുന്നതായിരുന്നു. പണ്ട് ഏത് പ്രാർത്ഥനയിലും നിത്യരാജ്യമായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. ഇന്നത് മാറി. ലോകരാജ്യം
ദൈവരാജ്യം കടന്നുവന്നും ഇന്നത്തെ ഓട്ടവും അധ്വാനവും നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ ധനത്തിനു വേണ്ടിയുള്ളതായി മാറി ദൈവിക ഭരണം മാറി മാനുഷിക ഭരണം വന്നും സ്ഥാനത്തിനും മാനത്തിനും പണത്തിനും പദവിക്കും കസേരയ്ക്കും വേണ്ടി ഒരുത്തനെതിരെ മറ്റൊരുത്തൻ ഇലക്ഷൻ എന്ന പേരിൽ മത്സരിച്ച് പണം വാരിയെറിഞ്ഞ് മറ്റവനെ തോൽപ്പിച്ച് കസേര പിടിക്കുന്നു. അതിനായിട്ട് എത്ര താണ നിലവാലത്തിലേക്കും താണുപോകും. ഒരേ എല്ലും കഷണത്തിന് വേണ്ടി നായ്ക്കൾ കൂട്ടത്തോടെ കടിപിടി കൂടുന്നത് പോലെ മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ എന്ന് ലൂക്കോസ് 16:15 കാണുന്നു. ദൈവത്തിന് അറപ്പുള്ള വെറുപ്പുള്ള ഈ സ്ഥാനത്തിന് ഇന്ന് മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് ചോർന്നു പോകുന്നത് അറിയാതെ ഇരിക്കരുത്. സ്വന്തം പല്ലുകുത്തി മണപ്പിക്കരുത്. മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. മറ്റുള്ളവർക്ക് അയ്യോ കഷ്ടമെന്ന് പറയാതെ യശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറയുക, മുട്ടുകുത്തി നിലവിളിക്കാം. 25 വർഷങ്ങൾക്ക് മുമ്പ് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതിന്റെ പുറകെ ഗേഹസിയെപ്പോലെ ഓടുകയാണിവർ. ഇവരെക്കുറിച്ച് വചനം പറയുന്നത് ഛർദ്ദിച്ചിട്ട് പിന്നെയും നക്കിത്തിന്നുന്ന പട്ടിയെന്നും കുളിച്ചിട്ട് വീണ്ടും ചെളിയിലേക്ക് പോകുന്ന പന്നിയെന്നുമാണ്. അബ്രഹാമിന്റെ ദർശനമുള്ളവർ തീരെ കുറഞ്ഞിരിക്കുന്നു. എല്ലാവരും ലോത്തിന്റെ പാതയിൽ പച്ചയും നീരോട്ടവുമുള്ള മണ്ണും. അതേ ഗേഹസിയെപ്പോലെ ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന ധനത്തിന് പുറകെ. ഇവിടെ ദൈവപുരുഷൻ എലീശയുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. 2 രാജാവ് 5:26 ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ എന്നിവരെ മേടിപ്പാനും ഇതാകുന്നുവോ സമയം. 1 തിമോത്തി 6:7 ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കാം. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യൻ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്നു. എഫേസ്യർ 5:16 ഇത് ദുഷ്കാലമായതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഹിബ്രി 13:14 ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. 2 പീറ്റർ 3:7 ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ വലുതെന്ന് കാണുന്ന ഈ ഭൂമി നിന്ന് കത്തുന്ന സമയങ്ങൾ സമാഗതമാകുകയാണ്. ഇന്ന് ആത്മീക ലോകം ഒരു ഡ്യൂപ്ലിക്കേറ്റായി മാറിക്കഴിഞ്ഞു. ഭക്തിയുടെ വേഷം, കപട സ്നേഹം, സഭായോഗങ്ങൾ വെറും ചടങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. പണത്തിന്റെ അഹങ്കാരം മിക്ക വിശ്വാസികളിലും പ്രകടമാണ്. നിഗളം, ഗർവം, ഉന്നതഭാവം, അഹങ്കാരം, ജ്ഞാനെന്ന ഭാവം, തന്റെ ഇടം, ജഡീകന്മാർ സഭയിൽ പെരുകുന്നു. ഇന്ന് എല്ലാം വ്യാജമായി മാറിക്കഴിഞ്ഞു. ഒരു വശത്ത് ആത്മീയമായി ഉണങ്ങി വരേണ്ട പാരമ്പര്യ സഭ, മറുവശത്ത് വ്യാജ ആത്മീയ വ്യാപാരം നടത്തുന്ന കച്ചവടക്കാർ. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ വലഞ്ഞു പോകുന്ന ഒരു കൂട്ടം ഭക്തന്മാർ. ഒരു വശത്ത് പല പേരുകളിൽ വ്യാജന്മാർ നിറഞ്ഞാടുമ്പോൾ മറുവശത്ത് പെന്തക്കോസ്ത് പിതാക്കന്മാർ ആളിക്കത്തിച്ച തീ കെടുത്തിക്കളഞ്ഞിരിക്കുന്ന ഒരു തലമുറ. ജഡീകന്മാരെ കൊണ്ട് സഭ നിറഞ്ഞിരിക്കുന്നു. അശുദ്ധന്മാർ പെരുകുന്നു. ഇതിനിടയിൽ ദൈവസഭയുടെ തകർച്ച കണ്ട് നെഹമ്യാവിനെ പോലെ കരയുന്ന കുറെ ഭക്തന്മാർ. അവർ ഹൃദയത്തിൽ നിന്ന് പറയുന്നു, കർത്താവേ ഇനിയും താമസിക്കരുതേ, വേഗം വരണമേ എന്നും. ആത്മീകം മാറി ആഘോഷം വന്നും, മാന്യമായ വസ്ത്രം മാറി ലജ്ജയായ വസ്ത്രം വന്നും, അകത്തെ മനുഷ്യന്റെ ഒരുക്കം മാറി പുറത്തെ മനുഷ്യന്റെ ഒരുക്കം വന്നും, കുടുംബ പ്രാർത്ഥന മാറി കൂട്ടച്ചിരി വന്നും. ഇന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ കേൾക്കുന്നത് സിനിമ, സീരിയൽ, കോമഡി ഷോയും സോഷ്യൽ മീഡിയ തുടങ്ങിയുടെ ഘോഷമാണ്. മുമ്പ് വചനവും പാട്ടും പ്രാർത്ഥനയുമായിരുന്നു. ഇന്ന് ആത്മീക ലോകം ഒരു തമാശയായി മാറിയിരിക്കുന്നു. വിശ്വാസികളും ദൈവദാസന്മാരും കൊറോണ എന്ന ഈ മഹാവ്യാധി ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ, ആയിരങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാനും ദൈവസന്നിധിയിൽ വിലപിക്കുവാനും, ജനങ്ങൾക്ക് വരുന്ന നാശം കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ കരയുവാനോ മനസ്സില്ലാതെ തമാശയായി കാണുന്നു. തമാശ നിറഞ്ഞ ട്രോളുകളും തമാശ നിറഞ്ഞ മെസ്സേജുകളും ഫോർവേഡ് ചെയ്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെയും, നോഹയ്ക്ക് തന്റെ കുടുംബത്തെ നേടുവാൻ കഴിഞ്ഞു. പക്ഷെ ലോത്തിന് തന്റെ കുടുംബത്തെ പോലും നേടുവാൻ കഴിഞ്ഞില്ല. ലോത്ത് തമാശ പറയുന്നയാളായിരുന്നു, കളി പറയുന്നയാളായിരുന്നു. ലോകം നശിപ്പിക്കപ്പെടാൻ പോകുന്നു, രക്ഷപ്പെടുക എന്നും തന്റെ മരുമക്കളോട് ചെന്ന് പറയുമ്പോൾ മരുമക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പൻ കളി പറയുന്നു. അങ്ങനെ അവർ പറയണമെങ്കിൽ അപ്പൻ കളി പറയുന്നവനായിരുന്നു എന്നർത്ഥം. വല്ലപ്പോഴും ലോത്തും കളി പറയുന്നയാളായിരുന്നു. അവർക്ക് തോന്നി ഇതും തമാശയായിരിക്കുമെന്നും. എന്നാൽ നോഹയെ നോക്കുക. നോഹയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായപ്പോൾ അത് തന്റെ കുടുംബത്തോട് പറഞ്ഞപ്പം തന്റെ മക്കൾ അത് വിശ്വസിച്ചു, തന്റെ ഭാര്യ അത് വിശ്വസിച്ചു, തന്റെ മരുമക്കൾ അത് വിശ്വസിച്ചു. താനും കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ലോത്തിനെ കുറിച്ച് പറഞ്ഞതും വലഞ്ഞുപോയ നീതിമാനെന്നാണ്. ഈ ഗതി നമ്മളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സഭകളിൽ വചനം വേണ്ട, വചനം മാറി പ്രവചനം വന്നു. പണ്ട് ദൈവവചനത്തിനായിരുന്നു പ്രാധാന്യം, ആശ്രയം ദൈവത്തിൽ മാത്രമായിരുന്നു. നമുക്ക് മടങ്ങി വരാം, കുറവുകൾ ഏറ്റുപറയാം, ദൈവസന്നിധിയിൽ നിലവിളിക്കാം. ദൈവമക്കളായ നാം വളരെയധികം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വാശിയും വൈരാഗ്യവും സൗന്ദര്യപ്പിണക്കങ്ങളും കാണിക്കുവാനുള്ള സമയമല്ല നമ്മുടെ മുമ്പിലുള്ളത്. ശക്തമായ പ്രാർത്ഥനയും അനുതാപവും കണ്ണുനീരുമൊക്കെയാണ് ഈ അവസരത്തിൽ ദൈവമക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ദേശത്ത് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ താൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ അപേക്ഷ കേട്ട് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു. അതിനാൽ നമുക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം. എന്തുകൊണ്ട്
എന്തുകൊണ്ട് ജനത്തിന് സൗഖ്യമുണ്ടാകുന്നില്ല എന്നുള്ളതിന് 12 കാര്യങ്ങൾ യിരെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ കാണുന്നു. 1 അവരുടെ പിന്മാറ്റം, 2 വഞ്ചന മുറുകെ പിടിച്ചിരിക്കുന്നു, 3 ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ മനസ്സില്ല, 4 ആരും തങ്ങളുടെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിക്കുന്നില്ല, 5 ഓരോരുത്തരും താന്താന്റെ വഴിക്ക് പോകുന്നു, 6 തങ്ങൾ ജ്ഞാനികളെന്ന് പറഞ്ഞു നടക്കുന്നു, 7 യഹോവയുടെ വചനത്തെ ധിക്കരിക്കുന്നു, 8 ജനങ്ങളെല്ലാം ദ്രവ്യാഗ്രഹികളാകുന്നു, 9 പുരോഹിതന്മാരും പ്രവാചകന്മാരും വ്യാജം പ്രവർത്തിക്കുന്നു, 10 അവർ ജനത്തിന്റെ മുറിവ് ലഘുവായി ചികിത്സിക്കുന്നു, 11 മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, 12 വിഗ്രഹാരാധന കൊണ്ട് ദൈവത്തെ കോപിപ്പിക്കുന്നു. ദൈവത്തെക്കാൾ ഉപരിയായി മറ്റേ എന്തിന് സ്ഥാനം കൊടുക്കുന്നു? അത് വിഗ്രഹാരാധനയാണ്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകം മുഴുവൻ ഇളകുകയും ഭൂമിയിലെ രാജാക്കന്മാരും ഭരണാധികാരികളും തങ്ങൾ വെറും നിസ്സാരന്മാരായ മനുഷ്യരാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ എനിക്ക് പറയുവാനുള്ളത്, കേവലം കാണാൻ കഴിയാത്ത നിസ്സാരമായ ഒരു വൈറസ് മഹാനഗരങ്ങളെ ശൂന്യമാക്കി, ദേശീയ അന്തർദേശീയ എയർലൈൻസ് നിലംപരിശാക്കി, സ്കൂളുകൾ അടച്ച്, വിനോദ പരിപാടികൾ റദ്ദാക്കി, ഷെയ്ക്ക് ഹാൻഡുകൾ നിലച്ചു, മനുഷ്യന്റെ ആഘോഷങ്ങളെല്ലാം അവസാനിച്ചു, ശവമടക്കും വിവാഹവും വെറും 10 പേരിൽ ഒതുങ്ങി, സകല മ്ലേച്ഛതകളുടെയും തെരുവുകൾ ശൂന്യം, സകല വീതികളും വിജനം. എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇന്ന് ആഗോള പരിഭ്രാന്തി നിലനിൽക്കുന്നത്? ലോകത്തിന്റെ ശ്രദ്ധ നേടാൻ ദൈവം ശ്രമിക്കുന്നു എന്നതാണ് സത്യം. അതെ, ലോകത്തിന്റെ ശ്രദ്ധ നേടാൻ ദൈവം ശ്രമിക്കുന്നു. ഇത് അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവശക്തനായ ദൈവത്തിൽ നിന്ന് സകല മനുഷ്യകുലത്തിനുമുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇതിലും വളരെ വലിയൊരു സംഭവം ലോകത്ത് നടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഇത് വിളിച്ചു പറയുന്നത്. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. മനുഷ്യരാശിയെ ജാഗ്രതപ്പെടുത്തുവാൻ ആദ്യം മുന്നറിയിപ്പുകൾ നൽകാതെ ദൈവം ഒരിക്കലും ഒന്നും ചെയ്യുന്നില്ല. തുടക്കം ഇത്ര വേദനാജനകമാണെങ്കിൽ യഥാർത്ഥ വേദന എത്ര ഭയാനകമായിരിക്കും. മനുഷ്യൻ മരണം കൊതിക്കും, പക്ഷെ മരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നതും എന്ന് തിരുവചനം പറയുന്നു. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി സംഭവിക്കാത്തതുമായ വലിയ കഷ്ടകാലം. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടമെന്നാണ് ദൈവവചനം പറയുന്നത്. മാത്യു 24:3 അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനിൽ ലോകാവസാനത്തിനും അടയാളം എന്തു എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. പിന്നെ അവൻ അവരോട് പറഞ്ഞതും, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഈ മഹാവ്യാധി നമുക്ക് തരുന്ന മുന്നറിയിപ്പ് കർത്താവിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള സമയമായി എന്നല്ലേ? ക്രിസ്തു തന്റെ വിശുദ്ധ മണവാട്ടിയെ സഭയെ ചേർക്കുവാൻ മാനവങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ സമയമായി. പ്രാണപ്രിയന്റെ വരവിനു വേണ്ടി ഈ ലോകത്തിന്റെ മാലിന്യമേൽക്കാതെയും കുറച്ച് വിശുദ്ധന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അവിടെയായി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ച് മഹാസന്തോഷത്തിന്റെ സന്തോഷമാണ് ഇത് നൽകുന്നത്. അതേ വചനപ്രകാരം ക്രിസ്തുവും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ലോകത്തെ മനുഷ്യരെ 3 ഗ്രൂപ്പുകളായി വിഭജിക്കാം. 1 ഉയർത്തെഴുന്നേൽക്കുന്നതും രൂപാന്തരം പ്രാപിക്കുന്നതുമായ വിശുദ്ധന്മാർ, കർത്താവിനോടുകൂടെ വാനമേഘങ്ങളിൽ മധ്യാകാശത്ത്. 2 കർത്താവിനെ അറിഞ്ഞു, പക്ഷെ കർത്താവിന്റെ വരവിനായി ഒരുങ്ങിയില്ല. അങ്ങനെ തള്ളപ്പെടുന്ന വലിയൊരു കൂട്ടം വിശ്വാസികൾ. കർത്താവിനെ അറിഞ്ഞിട്ടും മാനസാന്തരത്തിന്റെ ഫലമില്ലാത്തത് കൊണ്ട് കൈവിടപ്പെടുന്നവരുടെ നിലവിളി അതിഭയാനകമായിരിക്കും. 3 സുവിശേഷം കേട്ടിട്ടും വിശ്വസിക്കാത്തവർ, അവസരം ലഭിച്ചിട്ടും കർത്താവിനെ നിഷേധിച്ചവർ, അവർ തള്ളപ്പെടും. വെറും ഒരു വൈറസ് നിമിത്തം ഭൂമി മുഴുവൻ പരിഭ്രാന്തിയിലാണ്. ബിസിനസ്സുകളെല്ലാം അടച്ചുപൂട്ടുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടയ്ക്കുകയും വിനോദ കേന്ദ്രങ്ങൾ അടയ്ക്കുകയും ചെയ്യുന്നു. വെറും ഒരു വൈറസ് ലോക വിപണികളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ അതിവേഗം മാന്ദ്യത്തിലേക്ക് കടക്കുകയാണ്. ലോകം ഈ വൈറസിൽ നിന്ന് രക്ഷ നേടിയാലും ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാക്ഷാമം വരാൻ പോകുന്നു. ഒരു സാധാരണ വൈറസിന് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ കർത്താവും രാജാവുമായ യേശുക്രിസ്തു ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന ദിവസം ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കുക. പ്രിയ സഹോദരീ സഹോദരന്മാരെയും, പാപത്തിൽ നിന്ന് അനുതപിച്ച് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് രക്ഷയുണ്ടാകും. അതിനായി ഈ നിമിഷം പ്രയോജനപ്പെടുത്തുക. കാരുണ്യത്തിന്റെ വാതിൽ ഒടുവിൽ അടയ്ക്കാൻ പോകുന്നു. ഒരു മനുഷ്യൻ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് കരുതുന്നത് ഭയാനകമായ കാര്യമാണ്. ഗന്ധകവും സൾഫറും ഉപയോഗിച്ച് കത്തുന്ന നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആ നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കാം. എന്താണ് ഇവിടെയൊക്കെ സംഭവിച്ചെന്ന് നോക്കിയാൽ ഇവർക്കാർക്കും തന്നെ കൊറോണ വൈറസിന്റെ വ്യാപനത്തെ തടയാനായില്ല എന്ന് തന്നെയാണ്. ഇറാനിൽ 70,000 തടവുപുള്ളികളെ തുറന്നുവിടുകയുണ്ടായി. കേട്ടുകേഴ്വ് പോലുമില്ലാത്ത കാര്യങ്ങളാണിവ. ഇറ്റലിയിലെ ഹെൽത്ത് സിസ്റ്റം കംപ്ലീറ്റ് തകരാറിലായിരിക്കുന്നു. ICU ബെഡുകളില്ല, ഓക്സിജൻ ലഭിക്കാനില്ല, മരണനിരക്ക് വളരെ കൂടുന്നു. ഇതിലും ഭയാനകമായി കാര്യങ്ങൾ മാറിമറിഞ്ഞേക്കാം. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കറൻസി നോട്ടുകൾ മാത്രം മതി രോഗം പകരാൻ. ഇപ്പോൾ തന്നെ ലോകം മുഴുവനുമുള്ള ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ്. ഇനിയും ഇത് വ്യാപരിക്കുകയാണെങ്കിൽ അടിയന്തര ചികിത്സ കൊടുക്കുവാൻ പോലും കഴിയാതെ വണ്ണം ജനങ്ങൾ തെരുവുകളിൽ പിടഞ്ഞു വീഴും. ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നാൽ ആയിരക്കണക്കിന് മനുഷ്യർ തെരുവുകളിൽ കിടന്ന് മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ആർക്കും സഹായിക്കാൻ കഴിയാതെ മനുഷ്യൻ നിസ്സഹായരായി മാറും. വൈറസ് വ്യാപിച്ചത് വുഹാനിലെ മാംസ മാർക്കറ്റിൽ നിന്നാണെന്നും അല്ല, വുഹാനിലെ ചൈനയിലെ ജൈവായുധ പരീക്ഷണശാലയിൽ നിന്നാണെന്നും അല്ല, ചൈന മനഃപൂർവ്വമായി അമേരിക്കയെയും യൂറോപ്പിനെയും തകർക്കുവാൻ ജൈവായുധം ഉപയോഗിച്ചതാണെന്നും
അതിനുള്ള ധാരാളം തെളിവുകളും നിരത്തുന്നു. എന്തു തന്നെയായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാം, വൈറസിന്റെ യഥാർത്ഥ ഉറവിടം അറിയുന്നവൻ സർവശക്തനായ ദൈവം മാത്രമാണ്. ബാധകളുടെ മേൽ അധികാരം ദൈവത്തിനാണെന്ന് വെളിപ്പാട് പുസ്തകം 16:9 കാണുന്നു. സർവ്വപ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവൻ സർവശക്തനായ ദൈവം മാത്രമാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല ചലിക്കണമെങ്കിൽ സൃഷ്ടാവ് അറിയണം, ഒരു മൺതരി ഇളകണമെങ്കിൽ കർത്താവ് അറിയണം. കർത്താവ് അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രാണി ചലിക്കില്ല, ഒരു മനുഷ്യന്റെ വിരൽ ചലിക്കില്ല. വാഴുന്നത് യഹോവയാണ്, അവൻ സർവ്വഭൂമിയെയും വാഴുന്നു. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. അവൻ രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. നാളെ മോദി വേണ്ട എന്ന് കർത്താവ് തീരുമാനിച്ച നാളെ മോദി കാണില്ല. നാളെ ചിൻപിൻ ഷീ വേണ്ട എന്ന് കർത്താവ് തീരുമാനിച്ച നാളെ ഷീ ഇല്ല. നാളെ ട്രംപ് വേണ്ട എന്ന് ദൈവം തീരുമാനിച്ച നാളെ ട്രംപ് കാണുകയില്ല. പ്രബലമായ എത്രയോ സാമ്രാജ്യങ്ങളാണ് തകർന്നടിഞ്ഞത്. ബാബിലോൺ സാമ്രാജ്യം, അസിറിയൻ സാമ്രാജ്യം, ഈജിപ്ഷ്യൻ സാമ്രാജ്യം, ഗ്രീസ് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, മേദ്യ പെർഷ്യ, മുഗൾ സാമ്രാജ്യം, ബ്രിട്ടീഷ് സാമ്രാജ്യം. എല്ലാവരും വിചാരിച്ചു ഇവരെന്നേക്കും നിലനിൽക്കുമെന്നും. എന്നാൽ എല്ലാം തകർന്നടിഞ്ഞു. ആകാശത്തിന്റെ കീഴെ എന്ത് നടന്നാലും കർത്താവ് അറിയാതെ നടക്കില്ല. ആയതിനാൽ കർത്താവിന്റെ അറിവില്ലാതെയല്ല ഈ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രവാചകന്മാരും ആരുടെയും പാപങ്ങൾ, കുറവുകൾ വെളിപ്പെടുത്തുന്നത് കാണുന്നില്ല. സഹോദര സഹോദരി, ഇന്ന കുറവ് നിനക്കുണ്ട്, നീ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞു കേൾക്കുന്നില്ല. TV കാണുന്ന നീ, സീരിയൽ കാണുന്ന നീ, ന്യൂസ് ചാനലുകൾ മാറി മാറി കാണുന്ന, സിനിമ കാണുന്ന, ഫേസ്ബുക്കിനും ഗെയിമുകൾക്കും അഡിക്റ്റ് ആയിരിക്കുന്ന നീ, ഇന്റർനെറ്റിന്, ന്യൂസ് സൈറ്റുകൾക്ക്, പോൺ സൈറ്റുകൾക്ക് അടിമയായി നീ ചെല്ലുന്ന നരകം എത്ര ഭയാനകമെന്ന് പറയുവാൻ ഒരു പ്രവാചകനെയും കാണുന്നില്ല. കൈക്കൂലി വാങ്ങുന്ന, കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്ന, കള്ളം പറയുന്ന, കള്ള കച്ചവടം ചെയ്യുന്ന, ദൂഷണം പറയുന്ന ദുഷിച്ച ഹൃദയമുള്ള നീ, സ്ഥാനത്തിനും മാനത്തിനും പദവികൾക്ക് വേണ്ടി തരംതാണ പ്രവൃത്തികൾ ചെയ്യുന്ന നീ, വക്രത കാണിക്കുന്ന, ന്യായം അന്യായത്തിന് കൂട്ടുനിൽക്കുന്ന, മുഖപക്ഷം കാണിക്കുന്ന നിനക്ക് എത്ര കഠിനമായ ന്യായവിധി വരുമെന്ന് പറയുവാൻ ഒരു പ്രവാചകനെയും കാണുന്നില്ല. റോമർ 11:20 എളിയാതെ ഭയപ്പെടുക, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ഫസ്റ്റ് പീറ്റർ 4:17 ന്യായവിധി ദൈവവർഗത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? ഫസ്റ്റ് കൊരിന്ത്യർ 10:12 ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ. ഇന്ന് അധികാരങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുന്നവർ ദൈവരാജ്യത്തിന്റെ പടി കാണുമോ? സങ്കീർത്തനം 12:1 യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്ന വിശ്വസ്തന്മാർ, മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടത്തെ നോക്കിയായിരിക്കാം ഈ പ്രവചനം. സങ്കീർത്തനം 4 നടുങ്ങുവീൻ, പാവം ചെയ്യാതിരിപ്പീൻ. അസൂയയും പകയും പിണക്കവും കോപവും വിദ്വേഷവും വെറുപ്പും മനസ്സിൽ കയ്പും വെച്ചുകൊണ്ട് നടക്കുന്ന നീ, കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത നീ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ജഡമനസ്സിൽ ചീർത്തുകൊണ്ട് ദൈവദാസന്മാരെയും വിശ്വാസികളെയും വെല്ലുവിളിക്കുന്ന നീ, ഗ്രൂപ്പ് ഉണ്ടാക്കി ദൈവസഭയിൽ കലക്കവും ഭിന്നതയും ഉണ്ടാക്കുന്ന നീ, ഗ്രൂപ്പ് കളിക്കുന്ന, പാനൽ ചർച്ചകൾ നടത്തുന്ന നീ, സകലത്തിന്റെയും ന്യായാധിപതിയായ കർത്താവിനെ തിരസ്കരിച്ച് ദൈവമക്കളുടെ പണം കൊണ്ട് കേസിനും വഴക്കിനും പോകുന്ന നീ, മറ്റൊരു ശുശ്രൂഷകനെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത നീ എത്ര കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകും? റോമർ 2:5 എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. ഫിലിപ്പിയൻസ് 1:12 ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഫേസർ 5:16 ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പീൻ. ഈ ലോകം ഇങ്ങനെ അധികം മുന്നോട്ട് പോകുകയില്ല, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. 40,000 അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിന്റെ 2 എഞ്ചിനുകളും തകർന്നാൽ കീഴ്ക്കാന്തൂക്കായി പാഞ്ഞു വന്ന് പർവ്വതത്തിലിടിച്ച് തകർന്നതുപോലെ, എക്സ്പ്രസ് ഹൈവേയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മുഴി യാത്രക്കാരുമായി ചെന്ന് ഇടിച്ചു തകരുന്നത് പോലെ, വെള്ളച്ചാട്ടത്തിന്റെ അഗാധമായ പതനത്തിലേക്ക് അറിയാതെ യാത്ര ചെയ്യുന്ന ബോട്ടിലെ യാത്രക്കാർ, ഈ ലോകം ഇങ്ങനെ ഇടിച്ചു തകരുവാൻ സമയമായി. ജലപ്രളയം വന്നു, വെറും 8 പേർ മാത്രം രക്ഷപ്പെട്ടു. ഭൂമിയിലുണ്ടായിരുന്ന സകലരും നശിച്ചു. സോദോം ഗൊമോറ നശിപ്പിക്കപ്പെട്ടപ്പോൾ വെറും 3 പേർ ഒഴിവാക്കപ്പെട്ടു. മിസ്രൈമിൽ നിന്ന് ഏകദേശം 30 ലക്ഷം പേർ പുറപ്പെട്ടു. എല്ലാവർക്കും വാഗ്ദത്തം ലഭിച്ചു. എന്നാൽ 2 പേർ മാത്രം വാഗ്ദത്ത കനാനിൽ എത്തിയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും മരുഭൂമിയിൽ പട്ടുപോകുവാനിടയായി തീർന്നു. അത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. വചനം നമ്മളോട് ചോദിക്കുന്നു, മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ നിങ്ങൾ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവ് തന്നെ പറഞ്ഞു, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമായിരിക്കുമെന്നും. കർത്താവിന്റെ വരവിൽ എത്ര പേർ എടുക്കപ്പെടും? ആ ചുരുക്കം പേരിൽ ഞാൻ കാണുമോ?